കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികളൊക്കെ ഒരുപാട് റീൽസൊക്കെ ഉപയോഗിക്കുന്നു. പലരും റീൽസൊക്കെ ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്നു, കാണുന്നു, വീട്ടിൽ പാടുന്നു, ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ പാട്ട് പാടുന്നു. പക്ഷെ ബൈബിളിൽ ഒരു പാട്ടിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയാണ് സങ്കീർത്തകൻ. എന്താണ് ആ പാട്ടിൻ്റെ പ്രത്യേകത? അതായത് വിവാഹത്തിൻ്റെ അന്ന്, വിവാഹത്തിൻ്റെ തലേ ദിവസം, അല്ലെങ്കിൽ ചന്തം ചാർത്തുമ്പോൾ അങ്ങനെ പലതിനും പാട്ടുകളുണ്ട്. പക്ഷെ ഇത് പാട്ട് അങ്ങനെയല്ല, ഇതൊരു വ്യത്യസ്തമായൊരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ പ്രത്യേകത സങ്കീർത്തനം 119 അധ്യായം അതിൽ 54 വാക്യത്തിൽ പറയുകയാണ്, തീർത്ഥാടകനായ ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. എന്താണ് ഒരു ഗാനത്തിൻ്റെ പ്രത്യേകത? ഗാനം അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ പാടുക. നമുക്കൊരു സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പാട്ട് പാടാറുണ്ട്. നമ്മൾ സങ്കടം വരുമ്പോഴല്ല കൂടുതലും പാട്ട് പാടുന്നത്, സന്തോഷം വരുമ്പോഴാണ്. അപ്പോൾ ഈ സന്തോഷം വരുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കും, പാടാൻ ആഗ്രഹിക്കും. സന്തോഷം വരുമ്പോൾ പാട്ട് പാടും. അപ്പോൾ ഒരു ദൈവഭക്തൻ പാടുന്ന പാട്ട് ദൈവകൽപ്പനകളാണ്. അതിൻ്റെ അർത്ഥം എന്തെന്നാണ്? അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് ദൈവം നൽകിയ കൽപ്പനകളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പാട്ടല്ല, ഇത് ദൈവം കൊടുത്ത കൽപ്പനകളാണ്. അത് അവരുടെ നെറ്റിത്തടങ്ങളിലും കൈകളിലും ഒക്കെ വെച്ച് അവർ കാണുന്നിടത്തൊക്കെ വെക്കുമായിരുന്നു. കാരണം എന്താ? അത് അവരുടെ ജീവിതത്തിൻ്റെ നിയമമാണ്, ദൈവം കൊടുത്തതാണ്. അപ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ആ നിയമം. അതുകൊണ്ടാണ് ഉള്ളിൽ നിന്നത് പാട്ടായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവൻ പാർക്കുന്നിടത്ത്, അവൻ വീട്ടിലല്ല, അവൻ ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എവിടെയൊക്കെ പോകുമ്പോഴും ഈ ദൈവത്തിൻ്റെ കൽപ്പന അവൻ്റെ ഉള്ളിലൊരു സന്തോഷത്തിൻ്റെ അനുഭവമായി മാറുകയാണ്. കൽപ്പന കാക്കുന്നവനെ കർത്താവ് കാക്കും, പ്രിയമുള്ളവരെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത്, അതായത് എൻ്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, അവിടെ അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. സങ്കീർത്തനം 118:15 പറയുകയാണ്, ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു, കർത്താവിൻ്റെ വലത്ത് കൈ കരുത്ത് പ്രകടമാക്കി. കണ്ടോ? അപ്പോൾ അവരുടെ സന്തോഷം കർത്താവിനെ പ്രതിയാണ്. നമ്മുടെ സന്തോഷങ്ങൾ ഇന്ന് നല്ല ഭക്ഷണമൊക്കെ കിട്ടി, നല്ല സിനിമ കണ്ടു, നല്ല ആഗ്രഹിച്ച വസ്ത്രം കിട്ടി, അങ്ങനെ ലോകവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് സന്തോഷം പലവർക്കും, എല്ലാവർക്കും അല്ല. പക്ഷെ ഇവിടെ ദൈവഭക്തൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രതി സന്തോഷിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഒരു ഗാനം ഉതിരട്ടെ, ദൈവകൽപ്പനകളുടെ ഗാനം. സന്തോഷത്തോടെ ഉള്ളിൽ നിന്നത് പുറത്തേക്ക് വരട്ടെ. നമ്മുടെ ഉള്ളിൽ ദൈവകൽപ്പനകളെ നമുക്ക് സൂക്ഷിക്കാം, അത് നമുക്ക് അനുഷ്ഠിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്കെന്റെ രക്ഷകാമുഖമൊന്നു കാണണം, കൊതി തീരുവോളമെൻ കണ്ണുകൾക്ക്. ഈ മഹാപാപിതൻ കുറ്റങ്ങളൊക്കെയും ചുമലിൽ വഹിച്ചവനല്ലോ, കുരിശായി ചുമന്നവനല്ലോ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.